നമ്മളൊക്കെ നമ്മളുടെ മൂത്ത ആൾക്കാർ അല്ലെങ്കിൽ ഉപ്പ ഉമ്മ ആര് വന്നാലും നമ്മൾ ആ സമയത്ത് അറിയാതെ ഒന്ന് അങ്ങോട്ട് എണീറ്റ് പോകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെവിടെയാണോ ഇരിക്കുന്നത് അല്ലെ അവരെന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്തിരിക്കുന്നത് അവരതേ ലെവലിൽ അവിടെ ഇരിക്കും. ഒന്ന് എണീക്കൊന്നുമില്ല. അവർ ജസ്റ്റ് വന്നോന്ന് ജസ്റ്റ് ഒന്ന് മുഖം ഒന്നൊന്ന് പൊക്കി നോക്കും, അത്രമാത്രം. നമ്മളെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്ന നമ്മളെ ഏജിനേക്കാൾ ഒരു വയസ്സാണെങ്കിൽ പോലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു പരിഗണന, നമ്മളൊന്ന് എണീറ്റിട്ട് പരിഗണിക്കണം എന്നല്ല, എന്നാലും നമ്മളുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ മുഖത്ത ഒരു ഭാവം, അവരോടുള്ള ബഹുമാനം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ എന്തിനാ ഇതെന്താന്നുള്ളൊരു ഭാവത്തിൽ അവർ നോക്കുക. ഈ അടുത്ത് സ്വാഭാവികമായിട്ടും ബസ്സിൽ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. ആ സമയത്ത് ഇതേപോലെ കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രായമായ സ്ത്രീ വരുവാണ്. പക്ഷെ അവർക്കത് എണീറ്റ് കൊടുക്കണം എന്ന് അവർക്ക് തോന്നുന്നില്ല. അവർ വേഗം ആ സമയത്ത് ഫോൺ എടുക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കും അവർ ഫോണിലാണ് എന്ന്. സത്യം പറഞ്ഞാൽ അവർക്ക് എണീക്കാൻ മടിയായിട്ട് അവർ ആ ഫോണിലേക്ക് ഫോക്കസ് ചെയ്താണ്. അപ്പോൾ അത് ആ സമയം അവർ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ ആയാലും ഇനിയിപ്പം നമ്മളുടെ ഈ ഒരു സമയം നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പ്രായമായവരാട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടിയെടുത്ത് വരുന്ന സ്ത്രീയെ കണ്ടാലും നമ്മൾ എണീറ്റ് കൊടുക്കും, അല്ലെങ്കിൽ അവരെങ്ങോട്ട് വിളിക്കുക, കുട്ടിയെ ഇങ്ങോട്ട് മടി വെക്ക്, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇന്നത്തെ കുട്ടികളിൽ അതൊന്നും കാണുന്നില്ല. ഇപ്പോഴത്തെ മക്കൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഇത് എണീറ്റ് കൊടുക്കുന്നില്ല, നമ്മളെന്നും ഇതേപോലെ ഇരിക്കുമെന്ന്. അതല്ല, ഇതേ സ്ഥാനത്ത് ചിലപ്പോൾ ഒരു കുട്ടിയായിട്ടാവാം അല്ലെങ്കിൽ പ്രായമായിട്ട് ഇതേ ബസ്സിൽ നമുക്കും ഇതേ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് മറ്റൊരാൾ എണീറ്റ് തരണമെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്തിരിക്കണം. നാളെ ഇത്തരം ഒരു സിറ്റുവേഷനിലൂടെ നമുക്കും കടന്നു പോകാനുള്ളതാണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ പാരൻസ് എപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊരു സിസ്റ്റം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും.